അപ്പൊ ഡോക്ടറെ ഈ ഒരു ആപ്പിളിനെ ബ്രസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ ബ്രസ്റ്റിനകത്തുള്ള ആ ഫൈബ്രോയിഡ് മുഴ തന്നെയാണ് ഇപ്പൊ ഈ നീക്കം ചെയ്യുന്നത്. ഫൈബ്രോയിഡിനാണ്. അതെ, നമ്മൾ ബ്രസ്റ്റിനെ ഇതിപ്പോ ഒരു ബ്രസ്റ്റ് ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു മുഴ ഉണ്ട് മനസ്സിലായില്ല. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ആ ഭാഗം മരവിപ്പിച്ച് ചെറിയ സൂചി വെച്ചിട്ട് നമ്മൾ ഒന്ന് കാണാൻ പറ്റത്തില്ല, ഒരു ലോക്കൽ അനസ്തേഷ്യയിൽ ചെറിയ സൂചി ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് മരവിപ്പിക്കും, ചെറിയ സൂചി കൊടുത്ത് ഇതിന്റെ അതിലൂടെ ഈ നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചെറിയ ബിറ്റായിട്ട് ചെറിയ കഷ്ണങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും മനസ്സിലായില്ല. അപ്പൊ അതിങ്ങനെ അവിടെ വലിയ മുറിവുകളോ തുന്നലുകളോ ഒന്നും ഇടുന്നില്ല. ഈ സൂചിയിലൂടെ തന്നെ ആ ഒരു 3-4 സെന്റിമീറ്റർ വലിപ്പമുള്ള മുഴ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ ഒരു പീസ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് നമ്മളെന്ന് വെച്ചാൽ ഇതൊരു ഹോളോ ട്യൂബാണ് മനസ്സിലായി. ഈ സൂചി നമ്മൾ പുറത്ത് സൂചിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഹോളോ ട്യൂബാണ്, നമുക്ക് കാണാൻ പറ്റും. ഇതില് ഈ ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഇതിലാണ് നമ്മള് ടിഷ്യൂ വരുന്നത് മനസ്സിലായില്ലേ. നമ്മളെ ഈ മുഴ ഒരു സാമ്പിള് ഉള്ളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കി മുഴ ഇതിനുള്ളിൽ അപ്പൊ അതോടുകൂടി ആ ഒരു ഹോൾ മുഴ ഒരു 3-4 സെക്ഷനോട് കൂടി ആ ഹോൾ മുഴ കംപ്ലീറ്റ് വലിച്ചെടുക്കും. നമ്മള് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇത് നമ്മള് വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നില്ല. പിന്നെ അതേപോലെ വലിയ അനസ്തീഷ്യ നമ്മൾ പേടിച്ച് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ അല്ല. നമ്മൾ ആ ഭാഗം മരയിപ്പിച്ച് പേഷ്യൻറ്റിനെ ഒരു 15 to 30 മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ഒരു അരമണിക്കൂർ അവിടെ ഒബ്സർവേഷന് കിടത്തും, എന്നിട്ട് പിന്നെ വീട്ടിൽ വിടും ചെയ്യും. ജസ്റ്റ് ഒരു ഡേ കെയർ പ്രൊസീജിയർ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് വലിയ സ്കാർ ഒന്നും ഇല്ലാതെ പേഷ്യൻറ്റിനെ സെയിം ഡേ വീട്ടിലോട്ട് വിടാന്നുള്ളതാണ്. ഓക്കെ, പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇത് വലിയൊരു സർജറിയാണ്, വലിയൊരു പ്രൊസീജിയറും കൂടിയാണ് ഈ സംഭവം എന്നല്ലേ. അപ്പൊ ചെങ്ങന്മാരെ, ഞാൻ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിലുള്ള ഏറ്റവും ആദ്യത്തെ ഇന്റർനാഷണൽ റേഡിയോളജി ക്ലിനിക്കിലാണ്. അതായത് ഡോക്ടർ നിസാസ് ഗ്ലോബൽ സ്കാൻസിലാണുള്ളത്. എൻ്റെ കൂടെ നിന്നുള്ളത് നമ്മുടെ ഡോക്ടർ നിസാർ സാറാണ്. നിസാർ സാർ വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മുടെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏകദേശം നമ്മുടെ സ്ത്രീകളിലെ 60% സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ് ബ്രസ്റ്റിലെ മുഴ. ഈ ഒരു മുഴ കാണുമ്പോൾ തന്നെ വളരെയധികം ബേജാറും പാനിക്കും. അതും പറഞ്ഞ് നിസ്സാരമാക്കി വിടാനും പാടില്ല. കാണുന്ന എല്ലാ മുഴകളും ക്യാൻസർ അല്ല, പക്ഷെ എല്ലാ മുഴകളും ക്യാൻസർ അല്ല എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. പക്ഷെ ഈ ഒരു അസുഖത്തിന് വളരെ സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ ഓപ്പറേഷനും ഒന്നും കൂടാതെ ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് നമ്മുടെ നിസാർ സാറ് ഇവിടെ ചെയ്തു വരുന്നുണ്ട്. സാറേ, അപ്പൊ നമ്മൾ ഈ ഒരു ആപ്പിളിനെ ബ്രസ്റ്റായി കണ്ട് അതിനുള്ളിലുള്ള ഫൈബ്രോയിഡ് മുഴ നീക്കം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഈ കാണുന്ന മുഴകളെല്ലാം ക്യാൻസർ അല്ല എന്ന് പറയുന്നു, പക്ഷെ ഈ ബ്രസ്റ്റിൽ വരുന്ന ഈ മുഴ അത് എന്താണ് സംഭവം സാർ? യൂഷ്വലി ഈ ഹോർമോണൽ ചേഞ്ച് ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് നമ്മളൊരു 18 to 35 ഇയേഴ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ സാധാരണ ഈ ടൈപ്പ് മുഴകൾ, ക്യാൻസർ അല്ലാത്ത മുഴകൾ, ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മുഴകൾ കണ്ടുവരുന്നത്. ഇത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, ഇപ്പോൾ ഈസ്ട്രോജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ടല്ലോ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം ഈ ബ്രസ്റ്റ് ടിഷ്യൂവിൽ ഉണ്ടാകുന്ന അത് കാരണം വരുന്ന മുഴകളാണ്. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനത്തെ മുഴകൾ പ്രശ്നം ഉണ്ടാക്കുന്ന ക്യാൻസർ ഗണത്തിൽ വരുന്നതല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഈ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു 18 അല്ലെങ്കിൽ ഒരു 15 to 40 അല്ലെങ്കിൽ 15 to 50 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു പേഷ്യൻ്റ് ഒരു മുഴയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്കാനിങ് ചെയ്യാം. ഒരു അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ മാമോഗ്രാം ഏജ് അനുസരിച്ച് ആ ഒരു ഇനിഷ്യൽ സ്കാനിങ്ങിന് വിടും. അപ്പോൾ ആ സ്കാനിങ്ങിൽ നമ്മൾ നോക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് ഇത് ഏത് ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിന് കറക്റ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. ക്യാൻസർ ആണെങ്കിൽ ഇന്ന ഇത് വരും, ക്യാൻസർ അല്ലെങ്കിൽ. അപ്പോൾ അത് വെച്ച് നമുക്ക് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന മുഴകളാണ് ഫൈബ്രോ അഡിനോമ എന്ന ഗണത്തിൽ വരുന്നത്, അല്ലെങ്കിൽ സിസ്റ്റ് എന്ന ഗണത്തിൽ വരുന്നതാണ്. അങ്ങനെയുള്ള മുഴകൾക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ ചെറിയ സൂചി വെച്ച് ഓപ്പറേഷൻ ഇല്ലാതെ കംപ്ലീറ്റ്ലി നമുക്ക് ആ മുഴ ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് എടുത്ത് കളയാൻ പറ്റും. ഇത് ക്യാൻസർ ഗണത്തിൽ വരുന്ന സംശയകരമായിട്ടുള്ള മുഴകളാണെങ്കിൽ നമ്മളത് കുത്തിപ്പരിശോധന നടത്തും, FNAC ചെയ്ത് ഉറപ്പിക്കും, അല്ലെങ്കിൽ ബയോപ്സി ചെയ്ത് ഉറപ്പിക്കും. ആ ബയോപ്സിയിൽ അത് ബുദ്ധിമുട്ടുള്ളതാണ്, ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുക, സർജറി ചെയ്ത് തന്നെ റിമൂവ് ചെയ്യും. ഇനി ബയോപ്സിയിൽ അത് പ്രശ്നമില്ലാത്ത മുഴകളാണെങ്കിൽ അതും ഇതേപോലെ ഈ ചെറിയ സർജറി ഇല്ലാതെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, ഈ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരെന്താണ്? ഇത് വാപ്പ് എന്ന് പറയും, വാക്വം അസിസ്റ്റഡ് ബ്രസ്റ്റ് ബയോപ്സി. സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഡോക്ടർ, ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പ് മുൻകാലങ്ങളിൽ ഇതുപോലുള്ള മുഴകളെ എങ്ങനെയാണ് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് ബേസിക്കലി ബ്രസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രശ്നമില്ലാത്ത ടൈപ്പ് മുഴകളാണ്. ഇത് നല്ലൊരു ശതമാനം നമ്മൾ ഫോളോ
ഫോളോ അപ്പ് ചെയ്യുക. ചെറിയ മുഴകളാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സിംറ്റംസ് ഇല്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ഒരു ഇയർലി അല്ലെങ്കിൽ 2 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് അത് വളർച്ച വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി പോവുക ചെയ്യുക. ഇത് നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ ഇത് വളർച്ച വരുന്നുണ്ട്, അതല്ലെങ്കിൽ സിംറ്റംസ് പേഷ്യൻറ്റിന് ആ ബ്രസ്റ്റിൽ ഭയങ്കര പെയിന് അല്ലെങ്കിൽ ആ തടിപ്പ് ഒരു ബുദ്ധിമുട്ടായി തോന്നുക, ഒരു നമുക്ക് ഒരു മെൻ്റലി ഒരു തടിപ്പുള്ളതിന് കാരണമുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് സർജിക്കലി റിമൂവ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ പോലെ ആ ഭാഗം അനസ്തീഷ്യ കൊടുത്ത് ഒരു മുറിവുണ്ടാക്കി ആ മുഴ എടുത്ത് കളയുക ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാ മുഴകൾക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യണം നിർബന്ധമില്ല? ഇല്ല. ഇത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നതോടുകൂടി നമുക്ക് ആ സർജറി ഒഴിവാക്കി നമുക്ക് സ്കാർ ഒന്നും ഇല്ലാതെ അത് എടുത്ത് കളയാന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെയിനുള്ള മുഴകളിലേക്ക് കുഴലുകൾ കടന്നു പോകുന്നുണ്ട്. പെയിൻ ഇല്ലാത്ത മുഴ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ആയിരിക്കും, പെയിൻ ഉണ്ടെങ്കിൽ പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? ഇല്ല, അങ്ങനെ ഒരു സെനാരിയോ ഇല്ല. ക്യാൻസർ ആണെങ്കിലും ക്യാൻസർ ഉള്ള മുഴകൾക്ക് വേദന ഉണ്ടാകാം, ക്യാൻസർ അല്ലാത്ത മുഴകൾക്കും വേദന ഉണ്ടാവാം, മനസ്സിലായില്ല. അപ്പോൾ അതൊരു ലംബ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു എപ്പോഴും പറയുന്ന ഒരു ലംബ് കണ്ടു കഴിഞ്ഞാൽ അത് വേദന ഉണ്ടോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക, അതിൻ്റെ സ്കാനിങ് അടുത്ത പടിയായിട്ട് പോവുക. അതല്ലാതെ വേദന ഇല്ല എന്ന് വെച്ചിട്ട് അത് ക്യാൻസർ ആണ്, അതല്ലെങ്കിൽ വേദന ഉണ്ടെന്ന് വെച്ചിട്ട് ക്യാൻസർ അല്ല, ആ ഒരു സെനാരിയോ ഒന്നും ഇപ്പോൾ ഇല്ല. ചെക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ, നമ്മുടെ ഡോക്ടർ നിസാസ് ഗ്ലോബൽ സ്കാൻസിൽ വേറെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജി, നമ്മൾ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ഫസ്റ്റ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ക്ലിനിക്കാണ്. നമ്മൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവില്ല. അതായത് നമുക്ക് ഓപ്പറേഷൻ കൂടാതെയുള്ള കുറേ ചികിത്സകൾ, അതായത് ഇപ്പോൾ നമുക്ക് തൈറോയിഡിനുള്ള മുഴകൾ, അത് നമുക്ക് ചെറിയ മുഴകളൊക്കെ ആണെങ്കിൽ നമ്മളത് കരിച്ചു കളയാം, അബ്ലേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ വലിയ മുഴകൾ, കഴുത്തിലോട്ട് ഇറങ്ങുന്ന വലിയ മുഴകൾ ഉണ്ടാവും, നമ്മൾ കാണാം, നമ്മൾ പ്രായമായ ആൾക്കാർ, അവർക്ക് അത് എംബോളൈസേഷൻ, നമ്മൾ ഞരമ്പിലൂടെ പോയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് ചുരുക്കാൻ പറ്റും, അത് ചുരുങ്ങി നോർമലായി വരും, മനസ്സിലായല്ലോ. അതേപോലെ നമുക്ക് വെരിക്കോസ് വെയിൻ നമുക്ക് അറിയാൻ പറ്റും, ലേറ്റസ്റ്റ് ചികിത്സകളായിട്ടുള്ള ഈ ഗ്ലൂ, വിനാസിൽ ഗ്ലൂ, അതേപോലെ ലേസർ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം. പിന്നെ ഫൈബ്രോയിഡ്, ഗർഭാശയ മുഴകൾക്ക് യൂട്രസ് എടുത്ത് കളയാതുള്ള ചികിത്സ, എംബോളൈസേഷൻസ്, പിന്നെ അതേപോലെ ബാക്കി കുറേ പ്രൊസീജിയേഴ്സ്, നമ്മൾ കാലിലെ ബ്ലോക്ക്, തലയുടെ ബ്ലോക്ക്, ഇതെല്ലാം നീക്കുന്ന ആൻജിയോപ്ലാസ്റ്റി, ഇതെല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് സർവീസസും നമ്മളെ ഇൻ്റർവെൻഷൻ റേഡിയോളജി ക്ലിനിക്കിൻ്റെ അണ്ടറിൽ അവൈലബിൾ ആണ്. നമ്മളെ ഈ മലപ്പുറത്തെ ഈ ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഐസൊലേറ്റഡ് സെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മളെ സെൻ്ററാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് അത് കൂടാതെ നമുക്ക് വേറെ ഫെസിലിറ്റീസ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഡിയാക് CT പോലെയുള്ള ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമ്മളെ ഈ സെൻറ്ററിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇതാണ് നമ്മുടെ CT, ഞാൻ പറഞ്ഞില്ലേ കാർഡിയാക് CT എന്ന് പറഞ്ഞാൽ ആ മെഷീനാണ് ഇത് വരുന്നത്. ഇത് കാണുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല, സാധാ CT. ഈ സാധാ CT സ്കാനും കാർഡിയാക് CT സ്കാനുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ കാണുമ്പോൾ എല്ലാ മെഷീനും ഒരേപോലെ തോന്നുക, പക്ഷെ ഇതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇതിന്റെ ഓരോരോ ഫെസിലിറ്റീസ് ഉണ്ട്, ഇതിന്റെ ഹാർഡ്വെയർ സൈഡ്, അത് എല്ലാ മെഷീനിലും നമുക്ക് കാർഡിയാക് CT എടുക്കാൻ പറ്റില്ല. ഈ മെഷീൻ അത് എക്വിപ്ഡ് ആയിട്ടുള്ള മെഷീനാണ്. സംഗതിയൊക്കെ നടക്കുമ്പോൾ അതിന്റെ കൂടെ കാർഡിയാക് നമുക്ക് ഹെഡ് ടു ഫുട്ട് എല്ലാ സ്കാനും എടുക്കുക, അതിന്റെ കൂടെ തന്നെ CT ആൻജിയോഗ്രാം, നമ്മൾ ഇപ്പോൾ ഹാർട്ടിന്റെ ആൻജിയോഗ്രാം ഒക്കെ ഇതിൽ എടുക്കാൻ പറ്റും. അപ്പൊ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ കഴിയും. എല്ലാം അറിയാം. അപ്പൊ ആൻജിയോഗ്രാമിന്റെ ആവശ്യമില്ല. ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരാൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾ നെഞ്ചുവേദന വന്ന് അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് സ്കാൻ എടുക്കുക എന്നല്ല പറയുന്നത്. നമുക്ക് ഒരാൾക്ക് ഒരു സംശയമുണ്ട്, ഇപ്പോൾ റിസ്ക് ഉള്ള ആളാണ്, ഷുഗർ പ്രഷറൊക്കെ ഉള്ള ആൾക്കാരാണ്, അതല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് അറ്റാക്കിന്റെ, അങ്ങനത്തെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്കാൻ, അവർക്ക് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വന്ന് എടുക്കാവുന്ന ഒരു സ്കാനാണ് ഈ കാർഡിയാക് CT. ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തലന്റെ സ്കാനോ ബാക്കി ഏത് ഭാഗത്തിന്റെ സ്കാൻ എടുക്കുന്ന പോലെ ചെറിയ ഇഞ്ചക്ഷൻ വെച്ച് മരുന്ന് കൊടുത്ത് ഒരു സ്കാൻ എടുത്ത് പുറത്തിറങ്ങാം. അതിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും ബ്ലോക്ക് ഉണ്ടോ ഇല്ല. അപ്പൊ ശരിക്കും മലപ്പുറം ജില്ലയിൽ കാർഡിയാക് CT സ്കാൻ ഉള്ളത് ഒരേ ഒരു സെന്റർ നമ്മുടെ സെന്ററാണ്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തതും ഏക കാർഡിയാക് CT ഫെസിലിറ്റി ഉള്ള സെന്റർ നമ്മുടെ സെന്ററാണ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ ഡെക്സാ സ്കാൻ. ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഡെക്സാ സ്കാൻ മെഷീനാണിത്. ബേസിക്കലി ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഫിറ്റ്നസ്, നമുക്ക് ബോഡിയിൽ എത്ര മസിൽ സ്ട്രെങ്ത് എത്ര ഉണ്ട്, ഫാറ്റ് പെർസെന്റേജ് എത്ര ഉണ്ട്, ബോൺ സ്ട്രെങ്ത് എത്ര ഉണ്ട്, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അറിയാനുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൊഡാലിറ്റിയാണ് ഡെക്സാ സ്കാൻ. ഇതാണ് നമുക്ക് ബേസിക്കലി യങ്സ്റ്റേഴ്സിന് അവർ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ബേസിക് ഡെക്സാ സ്കാൻ എടുത്തു കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ബോഡി ഫാറ്റ് അവർ കുറച്ചു, മസിൽ എത്രത്തോളം കൂടി, ഈ കാര്യങ്ങളൊക്കെ. അതേപോലെ പ്രായമായ ആൾക്കാരിൽ ഇത് ഏറ്റവും ഒരു ഉപയോഗമുള്ള ഒരു മൊഡാലിറ്റിയാണ്. ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ
ബോൺ വീക്കായിരിക്കുമല്ലോ, എല്ല് വീക്കായിരിക്കും. ആ ബോൺ എത്രത്തോളം വീക്കാണ്, ഇത് നമ്മൾ ഫ്രാക്ചർ റിസ്ക് ഉണ്ടോ, ഇത് നമ്മൾ മെഡിക്കേഷൻസ് തുടങ്ങണോ, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സ്കാനാണ് ഇത്. മോനിക്കപ്പം നമ്മൾ ഈ പേഷ്യന്റ് നമ്മളിപ്പോൾ ഡെക്സ കഴിഞ്ഞു, ഹോൾ ബോഡി ഡെക്സ ഒരു 5 to 10 minutes കൊണ്ട് കഴിഞ്ഞു. അപ്പൊ അതിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ആ പേഷ്യന്റിന്റെ ബോഡി ബോൺ സ്ട്രെങ്ത് ഒരു സൈഡിലും ബോണ്ട് മൊത്തം ഡെൻസിറ്റി ഒരു സൈഡിലും, അവരെ ബാക്കി സോഫ്റ്റ് ടിഷ്യൂ എത്രത്തോളം ഫാറ്റ് എത്ര ഉണ്ട് എന്നുള്ള ഒരു സൈഡിലുമായിട്ട് വന്നു. ഇതിൽ നമുക്ക് ഓരോ ട്രെൻഡ്, ഈ പേഷ്യന്റിന്റെ ബോണിന് എത്ര സ്ട്രെങ്ത് ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, വിസറൽ ഫാറ്റ് ആണല്ലോ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ഡയബറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അത് എത്ര പെർസെന്റേജ് ഉണ്ട്, അതേപോലെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഓരോ ഇതനുസരിച്ച് ഇപ്പൊ ഡെൻസിറ്റി കുറവുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് മെഡിസിൻ കഴിക്കേണ്ടതാണ്, മെഡിസിൻ കഴിക്കുക. നമ്മൾ എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഭാഗങ്ങൾ അത് ചെയ്യാം. മലപ്പുറം ജില്ലയിൽ ഇത്രയേറെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും ഡെക്സാ സ്കാൻ മലപ്പുറത്ത് നമുക്ക് മാത്രമുള്ള ഒരു ഫെസിലിറ്റിയാണ്. കൂടാതെ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മാമോഗ്രാം. നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള മെഷീൻ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണിത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എക്സ്റേ, അതേപോലെ MRI ആണെങ്കിൽ 1.5 ടെസ്റ്റിൽ അഡ്വാൻസ്ഡ് MRI, അൾട്രാസൗണ്ട് സ്കാൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3D 4D ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള മെഷീൻസ് ആണ്. പിന്നെ TMT, ECG, എക്കോ, എല്ലാം ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീനറീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് സെന്ററാണ് നമ്മളിപ്പോൾ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള സെന്റർ. അതിൻ്റെ ഇത് മാത്രമല്ല, നമുക്കൊരു എക്സ്പേർട്ട്, നമുക്കൊരു 3 റേഡിയോളജിസ്റ്റുമാർ, അതേപോലെ ടെക്നീഷ്യൻസ് എല്ലാവരും കൂടിയുള്ള ഒരു ടീമാണ്, ഹോൾ ടീം, ഒരു എക്സ്പീരിയൻസ്ഡ് ടീമാണ് നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ ടീം, ഹോൾ ടീം ഡോക്ടേഴ്സ്. നമ്മൾ 3 ഡോക്ടേഴ്സ്, ഡോക്ടർ ഇജാസ്, ഡോക്ടർ ഹുസ്ന, ഡോക്ടർ ഖദീജ, പിന്നെ നമ്മളെ ടെക് ടീമും സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാവരും ഉണ്ട്. ഇതിന് കൂടാതെ തന്നെ നമ്മൾ കുറച്ച് പേര് നമ്മളവിടെ വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഇത് നമ്മൾ മലപ്പുറം ടൗണിൽ കോട്ടപ്പടി മെഡിമോൾ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ 2nd ഫ്ലോറിലാണ് വരുന്നത്. അല്ല ഡോക്ടർ, ഇവിടുത്തെ വർക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാണ്? ടൈമിംഗ് 24 hours ആണ്. 24 hours നമ്മൾ CT MR ഇതെല്ലാം നമ്മൾ 24 hours വർക്കിംഗ് ആണ്. ബാക്കി നമ്മൾ അൾട്രാസൗണ്ട്, അതേപോലെ മാമോഗ്രാം, ഇങ്ങനത്തെ ചില ടെസ്റ്റുകൾ നമ്മൾ മോർണിംഗ് 9 to 6 ആ ഒരു ടൈമിങ്ങിൽ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഇവിടെ എന്തെങ്കിലും പാക്കേജസ് വല്ലതും ഉണ്ടോ? ഹെൽത്ത് പാക്കേജസ് ആക്ച്വലി നമ്മൾ ഈ 3 മൊഡാലിറ്റീസ് ഉള്ള കാരണം നമ്മളിതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേരിയസ് പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പാക്കേജാണ് ഈ ഫിറ്റ്നസ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ റീസെന്റ് കാർഡിയാക് ഇവന്റ്സ് ഒക്കെ ഇത്ര കൂടുതലായ സ്ഥിതിക്ക് കുറേ അറ്റാക്ക് ഒക്കെ കാണുന്ന ഈ ഒരു ഇതിൽ നമ്മൾ ഈ പാക്കേജ് നമ്മൾ ഏകദേശം ഒരു 6500 ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്കോ, TMT, അതേപോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെക്സാ സ്കാൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ്. ഇത് നമുക്കൊരു ഹെൽത്ത് റിസ്ക്, യങ്സ്റ്റേഴ്സിലുള്ള ഹെൽത്ത് റിസ്ക് അസസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കേജാണ്. ഓക്കെ, നമുക്ക് ഈ നിസാർ ഗ്ലോബൽ സ്കാൻസ് നമ്മുടെ മലപ്പുറത്തല്ലാതെ വേറെ വല്ലവിടെ? മലപ്പുറം സ്കാനിങ് ആക്ച്വലി ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള സ്കാനിങ്ങും ഇൻ്റർവെൻഷനും സമന്വയിപ്പിച്ചിട്ടുള്ളത് മലപ്പുറത്താണ് ഉള്ളത്. നമ്മൾ കാലിക്കറ്റ് നമുക്കുള്ള ബ്രാഞ്ച് ഉണ്ട്, അത് അവിടെ ഇൻ്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ്സ് മാത്രമാണ് ഉള്ളത്, സ്കാനിങ് ഇല്ല. അത് ബേസിക്കലി ഇപ്പോൾ വെരിക്കോസ് ട്രീറ്റ്മെൻറ്റ്, തൈറോയിഡിൻ്റെ മുഴകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ ഓപ്പറേഷൻ കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചെങ്ങന്മാരെ, നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു സ്കാൻ സെൻ്ററാണ് നമ്മുടെ ഡോക്ടർ നിസാർ ഗ്ലോബൽ സ്കാൻസ് ഉള്ളത്. ഇവിടെ എടുത്തു പറയാനുള്ളത് എന്താ വെച്ചാൽ റീസണബിൾ ആയിട്ട് ഇവിടെ ചെയ്തു തരണമെന്നുള്ളതാണ്. ഇവിടുത്തെ ആംബിയൻസ് വേറെ ലെവലാണ്, വേറൊന്നുമല്ല നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ കാണുന്ന അതേ സെറ്റപ്പ്. അത് കൂടാതെ തന്നെ വളരെ സ്പേഷ്യസ് ആണ് എല്ലാ സംഗതികളും ഇവിടെ ഉള്ളത്. പിന്നെ മെഷീനറിയുടെ കാര്യത്തിലായാലും ടെക്നോളജി ആയാലും ലേറ്റസ്റ്റ് ടെക്നോളജി ആയാലും ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അതേപോലെ തന്നെ ഇന്റർനാഷണൽ റേഡിയോളജി എന്നുള്ള പ്രൊസീജിയർ, ഓപ്പറേഷനെ ഭയന്നുള്ള നമ്മുടെ സഹോദരന്മാർക്ക് എന്തായാലും വളരെയധികം ഉപകാരപ്പെടും. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.